ഇപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ നമുക്കിപ്പോൾ ഹാൻഡ് ക്രാങ്കിങ് ചെയ്യാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഓട്ടോ ഗാരേജ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരു വാഗണറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ആഴ്ചയിൽ ഒരിക്കലും ഓരോ വീഡിയോ വെച്ചിടും, എല്ലാ ആഴ്ചയിലും വീഡിയോ വരുമെന്നൊക്കെ. നമുക്ക് അതുപോലെ ആഗ്രഹമുണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടണം, എല്ലാ ആഴ്ചയിലും വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഇടിവെട്ടി മഴ പെയ്യുന്നത്. അതിനുശേഷമായിരിക്കും മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോഴായിരിക്കും അടുത്ത കൊറോണ. അപ്പോൾ ഒരു രക്ഷയില്ല. നമുക്ക് വേണ്ടി ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് നമ്മളൊരു CJ-3Bയുടെ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ CJ-3Bയുടെ വീഡിയോ ചെയ്ത സമയത്ത് ആ CJ-3B സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളാണ്. പക്ഷെ നമ്മൾ ചെയ്ത വണ്ടി ഒരു ഡീസലൈസ്ഡ് ആക്കിയ ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ചോദിച്ചു, പെട്രോൾ വണ്ടിയുടെ വീഡിയോ ചെയ്യാമോ, പെട്രോൾ വണ്ടി ഉണ്ടോ, പെട്രോൾ വണ്ടി ഒന്ന് കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ ഒരു അന്വേഷണത്തിലായിരുന്നു സത്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പെട്രോൾ വണ്ടി ഒറിജിനൽ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി അതേപടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ക്ഷമ ചോദിക്കുകയാണ്, കാരണം നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ CJ-3B. ഇതൊരു 71 മോഡൽ പക്ക സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്, ഒന്നും ചെയ്തിട്ടില്ല. പെട്രോൾ എഞ്ചിന് അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കമൻ്റ് ഇട്ട സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനും വേണ്ടി നമ്മൾ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഓരോ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഓൾറെഡി CJ-3Bയുടെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാവുള്ളൂ, എന്നാലും നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ക സ്റ്റോക്ക് വണ്ടി. എങ്ങനെ വന്നോ കമ്പനി വന്നോ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഫ്രണ്ട് ബമ്പർ നോക്കുകയാണെങ്കിൽ തന്നെ അതേപോലെ സ്റ്റോക്ക് ബമ്പറാണ്. പക്ഷേ ഇന്നത്തെ ഒരു CJ-3Bന് കാണാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു സ്റ്റോക്ക് ബമ്പർ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്ക് ബമ്പറെ തന്നെ നമുക്ക് ഈ മേജറൊക്കെയാണ് ഇവിടെ ഇങ്ങനൊരു മീശ എന്നൊക്കെ പറയും, ബമ്പറിൻ്റെ മീശ എന്നൊക്കെ പറയും, അത് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പിന്നെ ഈ ഒരു CJ-3Bയുടെ മോഡലിന് ഇവിടെ കണ്ടോ, ഇത് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ബമ്പറായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ഇത് കണ്ടോ, ഹുക്ക്, ഒരു D ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതും പഴയ രീതിയിൽ തന്നെ ഉള്ളൊരു D ഹുക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം, അതായത് പണ്ടത്തെ ആ ഒരു സിസ്റ്റം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ നമുക്കിപ്പോൾ ഹാൻഡ് ക്രാങ്കിങ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ലിവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. വേണ്ടി ഈ ഒരു ഹോളിൽ കൂടെ, എന്നിട്ട് ഇവിടെയും ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൂടെ ഒരു ലിവർ കയറ്റി നമ്മുടെ നമുക്ക് ഹാൻഡ് ക്രാങ്കിങ് ചെയ്യാൻ പറ്റും കറക്കി. അപ്പോൾ ആ പെട്രോൾ എഞ്ചിനൊരു പ്രത്യേകതയാണത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഗ്രില്ല് വന്നിട്ട് ഇവിടെ നമുക്ക് ജീപ്പ് എന്നാണ് ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇതിന് മുമ്പേ ചെയ്ത വണ്ടിക്ക് വില്ലീസ് എന്നായിരുന്നു ഒരു ബാഡ്ജിങ് കൊടുത്തത്. ഏകദേശം ഒരു 70 വരെ വില്ലീസ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ജീപ്പ് എന്നുള്ള ബാഡ്ജിങ് വന്നത്. അതിൻ്റെ താഴെയായിട്ട് തന്നെ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ഗ്രില്ല് കവറിങ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിന് ചുറ്റുമായിട്ടും ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു മിലിറ്ററി ഫിറ്റിങ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു 2 ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ബമ്പറിലേക്ക് അല്ല മഡ്ഗാർഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കവറിങ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് പ്രധാനമായിട്ട് കാണുന്നതിൻ്റെ ഈ ഒരു സ്റ്റോപ്പർ, ഇത് തടിയുടെ ഒരു സ്റ്റോപ്പറാണ്. ഇത് ശരിക്കും വില്ലീസിന് വന്നിട്ടുള്ള ആ ഒരു സെയിം സ്റ്റോപ്പർ തന്നെയാണ്. പിന്നെ ഇതിന് ശേഷമാണ് റബ്ബർ സ്റ്റോപ്പറൊക്കെ ഇങ്ങനെ വട്ടത്തിൽ വന്നിരുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു കളർ, ഒരു മാറ്റ് ഡെസേർട്ട് കളറാണ് ഇതിൽ കൊടുത്തേക്കുന്നത്, മാറ്റ് ഫിനിഷാണ് കളർ. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് നമുക്ക് എക്സ്ട്രാ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ പഴയ രീതിയിൽ തന്നെയുള്ള ഒരു 2 ഹുക്കും വൈപ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹോണാണ് ഇതിൻ്റെ മെയിനായിട്ട് എടുത്തു പറയേണ്ടത്. കാരണം ഇലക്ട്രിക്കൽ ഹോണോ കാര്യങ്ങളോ ഒന്നുമില്ല, പഴയ രീതിയിൽ തന്നെ ഉള്ളൊരു ഹോണ്. സൗണ്ട് കേട്ടെന്ന് തോന്നുന്നു. പഴയ രീതിയിൽ തന്നെ ഉള്ളൊരു ഹോണും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു പഴമ നമുക്ക് തോന്നുന്നുണ്ട്. ഈ വാഹനമൊക്കെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേന് നമ്മുടെ കൊച്ചി രാജാവ് സിനിമയിലെ ജഗതി വരുന്ന പോലെ പേപ്പേ എന്നൊക്കെ അടിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ തന്നെ വട്ടത്തിലുള്ള ഒരു പഴയ രീതിയിൽ തന്നെ ഉള്ളൊരു ഗ്ലാസ്സാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പഴയ നമ്മൾ നേരത്തെ ചെയ്ത വണ്ടിയിൽ ഇതുപോലത്തെ സെയിം ഗ്ലാസും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു. പിന്നെ പടുത നോക്കുകയാണെങ്കിൽ തന്നെ പുതിയ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പടുതയാണ്. ഫുള്ള് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ളൊരു പടുതയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്ലാസും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്.
പിന്നെ ഇവിടെ ഒരു നമുക്ക് പിടിച്ച് നിൽക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ട് തന്നെ ഒരു ഇൻഡിക്കേറ്ററും അതിനോട് ചേർന്ന് തന്നെ ഒരു കവറിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് വശങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുള്ളത്. പുറകുവശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ടെയിൽ ലാമ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ ഒരു പഴയ രീതിയിൽ തന്നെയുള്ള റൗണ്ട് ഷേപ്പുള്ള ടെയിൽ ലാമ്പ് തന്നെയാണ് ഇത്. ശരിക്കും പഴയ ആ ടെയിൽ ലാമ്പ് അല്ല, പുതിയത് മേടിച്ച് വെച്ചാണ്. എന്നാലും ആ പഴയ രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുകൾ ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ താഴെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ജെറിക്കാനോ കാര്യങ്ങളോ എല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഓപ്ഷൻ ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജെറിക്കാൻ വേണ്ടി ഇവിടെ ഒരെണ്ണം നമുക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിനെയും ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ CJ-3Bക്ക് ബാക്കിൽ ഡോറ് ഇല്ല. അപ്പോൾ ഡോറിന് പകരമായിട്ട് നമുക്ക് പുറകിലേക്ക് കയറാൻ ഫ്രണ്ടിൽ കൂടെ ആണ് പുറകിലോട്ട് കയറേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ബാക്ക് ഡോറ് നമുക്ക് കാണാൻ സാധിക്കില്ല CJ-3Bക്ക്. അപ്പോൾ പടുതയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ തന്നെ ഫ്ലാറ്റായിട്ടുള്ളൊരു പടുതയാണ്. ഒട്ടും ചരിവോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്ലാറ്റായിട്ടുള്ള പടുത. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒട്ടിക്കാനും ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും രണ്ട് സൈഡിലുമായിട്ട് ഒരു ഹുക്ക് ഇങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിടിച്ച് നിൽക്കാൻ. അപ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഒരു ചെയിൻ നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ കൊളുത്ത് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പടുതായി നമുക്ക് റിമൂവബിൾ ആണ്, ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് ഊരി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ടാണ് ശരിക്കും ഒരു എക്സ്ട്രാ റിവേഴ്സ് ലാമ്പ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈറ്റിന് നമുക്ക് റിവേഴ്സ് ലാമ്പ് വരുന്നില്ല, അപ്പോൾ അതിന് എക്സ്ട്രാ ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ CJ-3Bയുടെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത ആ വണ്ടിയേക്കാളിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ ഈ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. എന്നാലും സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് തുടങ്ങാം, കാരണം അതാണ് നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. ഇതൊരു വില്ലീസിന് ഒറിജിനലായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. ഇത് കണ്ടോ, നമുക്ക് ഹോണിനുള്ള ഒരു പ്രൊവിഷൻ പോലും കൊടുത്തിട്ടില്ല. സാധാരണ വണ്ടിയിലൊക്കെയാണ് ഹോൺ ഇവിടെ സെൻറ്ററിലാണ്. അപ്പോൾ ഇതിനങ്ങനെ ഹോണോ കാര്യങ്ങളോ ഒന്നുമില്ല, അതിനാണ് ഇവിടെ എക്സ്ട്രാ ഹോണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു സ്റ്റിയറിങ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഓണർ അപ്പോൾ ഇതുപോലെ ഒരുപാട് തിരഞ്ഞ് തപ്പി നടന്ന് തൊടുപുഴയിൽ നിന്ന് കിട്ടിയ ഒരു സ്റ്റിയറിങ് വീലാണിത്. അപ്പോൾ ആ വണ്ടി ആ ഒരു ഒറിജിനാലിറ്റി അതുപോലെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെ പോയി സെലക്ട് ചെയ്തത്. പിന്നീട് പറയുകയാണെങ്കിൽ മീറ്റർ കൺസോൾ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഹൈ സ്പീഡ് വണ്ടിയിൽ വന്നുകൊണ്ടിരുന്ന അതേ ആ ഒരു സ്റ്റിയറിംഗ് വീൽ അല്ല ആ ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കോമ്പിനേഷൻ സ്വിച്ചും ഒക്കെ മാറ്റിയിട്ടുണ്ട് പുതിയ വാഹനത്തിൻ്റെ. അതായത് ആ ഹൈ സ്പീഡ് വണ്ടിയുടെ ഒക്കെ അതേ കോമ്പിനേഷൻ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ റെയറായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു നെയിം ബോർഡ്. അതായത് ആ ഒരു ചേസ് നമ്പറും കാര്യങ്ങളും പിന്നെ ഈ ജീപ്പിൻ്റെ ഈ വാഹനത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററിയൊക്കെ ഇവിടെ ഒരു ഡേറ്റ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഈ വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കും. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഈ ഒരു സീറ്റ്, അപ്പോൾ ഈ സീറ്റ് പറയുകയാണെങ്കിൽ തന്നെ ആദ്യം നമ്മൾ കാണുമ്പോൾ ഓർക്കും അയ്യോ ഇത് കുഷനോ കാര്യങ്ങളോ സ്പോഞ്ചോ ഒന്നുമില്ലല്ലോ, ഈ വാഹനത്തിൽ ഇരുന്ന് എങ്ങനെ യാത്ര ചെയ്യുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീറ്റിനേക്കാളും 10 മടങ്ങാണ് ഈ ഒരു വാഹനത്തിൽ ഇരുന്ന് പോകുമ്പോഴത്തേന് നമുക്ക് ആ ഒരു കിട്ടുന്നൊരു ഫീലെന്ന് പറയുന്നത്. അപ്പോൾ ലൈലാൻഡ് ബസ്സിൻ്റെയൊക്കെ ആ ഒരു വള്ളിക്കസേര കയറി ഇരുന്നൊക്കെ ഇങ്ങനെ പോകാൻ പ്രത്യേക ഒരു സുഖം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സീറ്റും. പിന്നീട് പറയുകയാണെങ്കിൽ തന്നെ പെഡലുകളെല്ലാം പഴയ രീതിയിൽ തന്നെ ആ ഒരു പെഡലുകളാണ്, മാറ്റിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗിയർ ബോക്സ് പറയുകയാണെങ്കിൽ തന്നെ T18 ഗിയർ ബോക്സ് ആണ് ആ ഒരു പെട്രോൾ എഞ്ചിനിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതേ ഗിയർ ബോക്സും അതേ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പാർട്ട് വരുന്നതേ ഉള്ളൂ, എഞ്ചിൻ നമ്മൾ കാണിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആ ഒരു എഞ്ചിൻ അങ്ങനെ ആരും കാണാനായിട്ടില്ല, അപ്പോൾ അത് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നീട് ഇത് പറയുകയാണെങ്കിൽ തന്നെ ഇത് 4x4 സെലക്ടർ, പിന്നെ ഇതാണ് നമ്മൾ 4x4 ലോ 4 വീൽ ഡ്രൈവ് ലോയും അതുപോലെ തന്നെ ഹൈയും സെലക്ട് ചെയ്യാനുള്ള ലിവർ. അപ്പോൾ അങ്ങനെ 3 ലിവറാണ്. എല്ലാവരും അവർക്ക് ഇതെന്തിനാണ് ഈ 3 ലിവർ കൊടുത്തിരിക്കുന്നത്, ഇതെന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് പലരും ചോദിക്കും. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് പഴയ രീതിയിൽ തന്നെ ഉള്ള ആ ഒരു T18 ട്രാൻസ്ഫർ കേസാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ തന്നെ പെട്രോൾ ടാങ്ക് കൊടുത്തിരിക്കുന്നത് ഇവിടാണ്, സീറ്റിനടിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുറയിലേക്ക് നമ്മൾ കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടി ഇങ്ങനെ പുറയിലേക്ക് കയറാം. പുറയിലും ചെറിയൊരു സീറ്റാണ്. ഇത് 80 ഇഞ്ച് മാത്രം വീൽ ബേസ് ഉള്ള വാഹനമായതുകൊണ്ട് അതിനുള്ള നീളം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി സീറ്റിനും ബൈക്കിലൊക്കെ. അപ്പോൾ ഒരു മാക്സിമം ഒരു 2 പേർക്ക്, 2 സൈഡിൽ 4 പേർക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഈ പോകുന്നതെന്ന് പറയാൻ ഒരു പ്രത്യേക വൈബല്ലേ. നമ്മൾ പുതിയ വണ്ടിയിൽ 100-660 അങ്ങോട്ട് വെച്ച് കയറി പോകുന്ന പോലൊന്നും അല്ല. ഇതൊരു ചെറിയ 40 ഇങ്ങനെ ഹോണൊക്കെ അടിച്ച് പോകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണ്, എല്ലാവരും നോക്കും. അതുപോലെ തന്നെ ഈ വാഹനം വളരെ ക്ലീനാണ്. നിങ്ങൾക്ക് ഇൻസൈഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിപ്പോൾ അതുപോലെ നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നൊരു വാഹനമാണ്. അപ്പം
അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻസൈഡ് നമുക്ക് ഇൻറ്റീരിയർ നമുക്ക് പറയാനായിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണാം, എൻജിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകതയായിട്ട് ഞാനിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു മിലിറ്ററി ഫിറ്റിങ്സിൻ്റെ ഭാഗമായിട്ട് ഒരു വാഹനത്തിൽ നമ്മളങ്ങനെ കണ്ട് പരിചയമില്ല. ഈ ഒരു ബോക്സ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് പൊക്കി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന ബോക്സ് അല്ല. ഇങ്ങനെ ഒരു ഹുക്കോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് നമുക്ക് പണ്ട് മിലിറ്ററിയിൽ യൂസബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് തുറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോക്സാണ്, പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മെറ്റലാണ് സംഭവം. ഇത് തുറക്കുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹുക്കാണ്. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു വരും. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ലഗേജ് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടും പറ്റും. ഇപ്പോൾ വണ്ടിയുടെ വെളിയിലാണ്, എന്നാലും വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയ ആരും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനുവേണ്ടി നമുക്കിത് യൂസബിളാണ്. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഇതിൻ്റെ എൻജിൻ, ഒറിജിനൽ പെട്രോൾ എൻജിൻ. ഒരുപക്ഷെ ആരും അങ്ങനെ വാഹനത്തിൽ കണ്ടിട്ടില്ല. നമുക്കിനി അതിൻ്റെ ഒറിജിനൽ പെട്രോൾ എൻജിൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതായത് ഹരിക്കാൻ F4 134 എന്ന എൻജിൻ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ പെട്രോൾ എൻജിൻ ഒന്ന് നമുക്കൊന്ന് കാണാം. ബോണറ്റിന് അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്രോൾ എൻജിൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും ഒരു വില്ലീസ് പെട്രോൾ എൻജിൻ കാണുന്നത്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിക്കാൻ F4 134 എന്ന ഒരു പെട്രോൾ എൻജിനാണ്. ഈ CJ-3Bക്ക് വേണ്ടി മാത്രമായിട്ട് കമ്പനി ഇറക്കിയ ഒരു പെട്രോൾ എൻജിൻ തന്നെയാണ്. അപ്പോൾ പലരും, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ഈ CJ-3B ഹൈ ബോണറ്റ് ഡിസൈനിലായിരുന്നു വന്നിരുന്നത്. ആ എൻജിൻ്റെ ആ ഒരു ഈ കാർബറേറ്ററിന് ഡിസൈൻ വേണ്ടി നമുക്ക് ഈ CJ-3Bക്ക് ഹൈ ബോണറ്റ് ആക്കിയതാണ്. അപ്പോൾ നമുക്ക് ഈ എൻജിനിൽ കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടില്ലേ, ആ ഗ്യാസ്കറ്റ് ഹെഡിൻ്റെ മുകളിൽ ഭാഗത്തായിട്ടാണ് ഈ ഒരു കാർബറേറ്റർ കൊടുത്തിരിക്കുന്നത്. ആ കാർബറേറ്റർ എയർ ഫിൽറ്ററിൽ കണക്ഷൻ ചെയ്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അതിൻ്റെ ഒരു എയർ ഫിൽറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എൻജിൻ്റെ CC പറയുകയാണെങ്കിൽ തന്നെ ഇത് 2200 cc എൻജിനാണ്, പെട്രോൾ എൻജിനാണ്. അതുപോലെ തന്നെ 152 Nm ടോർക്ക് 2000 RPM-ലും അതുപോലെ തന്നെ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമുക്ക് ഇവിടെ ആയിട്ട് പുതിയൊരു ബാറ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വലിയൊരു റേഡിയേറ്റർ ഫാനാണ് കേട്ടോ. സാധാരണ വാഹനങ്ങളെക്കാളിലും ഈ പെട്രോൾ എഞ്ചിന് വലിയൊരു റേഡിയേറ്റർ ഫാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ ഇതാണ് കാർബറേറ്റർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഓവർ ഹെഡ് പൊസിഷനിലാണ് ഈ ഒരു കാർബറേറ്റർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഹൈ ബോണറ്റ് ഡിസൈൻ വന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ നമുക്ക് ഈ ലോ ബോണറ്റ് GP വെക്കുമ്പോഴത്തേനും നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ലോ ബോണറ്റ് എന്ന് പറയുമ്പോൾ ഈ ബോണറ്റിനേക്കാളും കുറച്ചുകൂടെ താഴ്ന്ന രീതിയിലാണ് ബോണറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ബോണറ്റ് അടയ്ക്കാതെ നമുക്ക് ഈ കാർബറേറ്ററെ തട്ടി നിൽക്കും ഈ ഒരു ബോണറ്റ്. അപ്പോൾ നമുക്ക് അടയ്ക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനാണ് ഈ ഒരു CJ-3B ഈ ഒരു ഹൈ ബോണറ്റ് ഡിസൈനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു എൻജിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള എൻജിനാണ്, റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. ഇന്നത്തെ കാലത്തും പെട്രോളിൻ്റെ വിലയും വെച്ച് ഈ ഒരു എൻജിൻ കൊണ്ട് നടക്കണമെങ്കിൽ അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഡീസൽ എൻജിന് പോലും സ്പെയർ പാർട്സ് കിട്ടാത്ത ഒരു കാലം. അപ്പോൾ പെട്രോൾ എൻജിന് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഓണറിന് വലിയൊരു സല്യൂട്ട് ആദ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം, ഒന്ന് ഓടിച്ച് നോക്കാം പെട്രോൾ എൻജിൻ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ജീപ്പിൻ്റെ പല വേരിയൻറ്റിൻ്റെ എൻജിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്. DA ടർബോ, അതുപോലെ തന്നെ ഹൈ സ്പീഡ്, ഇൻ്റർനാഷണൽ, എല്ലാ എൻജിൻ്റെ സൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പെട്രോൾ എൻജിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ? നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടോ. കേട്ടില്ലേ എന്തുമാത്രം സൈലൻ്റ് ആണെന്ന് നോക്കിയാൽ. ഡീസൽ എൻജിൻ്റെ ആ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു എൻജിനാണ് പെട്രോൾ എൻജിൻ. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീൽ, വല്ലാത്തൊരു ഫീൽ. ഇത്രയും വർഷം പഴക്കമുള്ളൊരു എൻജിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ. നമുക്ക് ഇനി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടത്. ഈ ആ ഡീസൽ എഞ്ചിൻ വണ്ടിയൊക്കെ ജീപ്പ് നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിലും പെട്രോൾ എഞ്ചിൻ ജീപ്പ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. നമുക്കൊന്ന് ഓടിച്ച് വെച്ചൊക്കെ കുറച്ച് കട്ടിയാണ് കേട്ടോ, ഇച്ചിരി കട്ടിയാണ്. ഒന്ന് നിന്നു. സ്ലോ സ്പീഡ് കുറവായത് കാരണമാണ് ഈ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഈ ഒരു പ്രശ്നം വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ളൊരു എഞ്ചിനാണ് കേട്ടോ, പ്രത്യേകിച്ച് കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല.
ഫോണൊക്കെ അടിച്ച് പോകാനായിട്ട് സാധിക്കും. വലിയൊരു സ്റ്റിയറിംഗ് ആണ് കേട്ടോ, അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എടുത്തറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഫോണൊക്കെ പഴയ കാലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ, അത് കൊള്ളാം. ഏതൊക്കെ വളരെ സ്മൂത്താണ്, എഞ്ചിന് ഒരു ശബ്ദമാട്ടെ ഒന്നുമില്ല കാര്യങ്ങൾ. പിന്നെ സ്ലോ സ്പീഡ് കുറവായതുകൊണ്ടാണ് ആദ്യം നമ്മൾ എടുത്തപ്പോൾ നിന്നു പോയത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. റിവേഴ്സ് ഒന്ന് എടുക്കാം. അപ്പോൾ അടിപൊളി, ഒരു രക്ഷയില്ല. പെട്രോൾ എഞ്ചിൻ ഓടിച്ചതിൻ്റെ ആ ഒരു ത്രില്ലിലാണ് ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വാഹനത്തിന് ഇതുവരെയായിട്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഓണേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് പേര് മാത്രം നമ്മൾ മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനം നമ്മുടെ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടും ഇന്നത്തെ കാലത്ത് ഈ ഒരു വാഹനം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതുകൊണ്ടും ഈ വാഹനത്തിൻ്റെ ഓണേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഒരു ബ്രദേഴ്സാണ്, ഷിനാസണ്ണനും അതുപോലെ തന്നെ അച്ചൂപ്പായും. അപ്പോൾ രണ്ടുപേരെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം പ്ലീസ്. ഇതാണ് അച്ചൂപ്പ, ഈ വാഹനത്തിൻ്റെ ഒരു ഓണറാണ്. ഇദ്ദേഹത്തിൻ്റെ അനിയനാണ് ഷിനാസണ്ണൻ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ വാഹനത്തിൻ്റെ ഓണേഴ്സ്. അപ്പോൾ ഇവരെ നമുക്കൊന്ന് ചോദിക്കാം ഈ വാഹനം ഇപ്പോൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു കാര്യവും കാരണങ്ങളൊക്കെ. അപ്പോൾ എത്ര നാളായി ഈ ഒരു വാഹനം ഇങ്ങനെ എടുത്തിട്ട്? ഇത് ഒരു 10 വർഷം മുകളിലായി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ലാത്തപ്പോൾ ഇവൻ ഞങ്ങളാരും ഇല്ല, ഞങ്ങൾ പ്രദേശത്തൊക്കെ ആയതുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണിത്. അപ്പോൾ ഈ റീസെൻ്റ്ലി ഇഞ്ചൻ കംപ്ലീറ്റ് റിസ്റ്റോർ ചെയ്തത്. അപ്പോൾ ശരിക്കും ഇഞ്ചൻ പണിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, എങ്കിൽ പോലും നമ്മളതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് വളരെ എഫോർട്ട് എടുത്താണ് ഇഞ്ചൻ പണിത്. സ്പെയർ പാർട്സ് ഒക്കെ എങ്ങനെയാണ്? സ്പെയർ പാർട്സ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്നും അവൈലബിൾ അല്ല. ബോംബെയിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്, ഇപ്പം ഡൽഹിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് വരുത്തണം. കോട്ടയത്തൊക്കെ കുറച്ച് പാർട്സ് കിട്ടുന്നുള്ളൂ, എല്ലാവരും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇത് പണി എല്ലാവരെ കൊണ്ട് ഇത് പണിയാനും പറ്റത്തില്ല. പഴയ മേശരിമാരാണ് കൂടുതലും പണിയുന്നത്. അപ്പോൾ അതിനുള്ള എന്തുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവാറില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഈ റണ്ണിങ്ങിനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിത് മാക്സിമം ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഹൈ റേഞ്ചൊക്കെ യൂസ് ചെയ്യുന്നതാണ്, 4 വീൽ ഡ്രൈവിംഗ് ആണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ ആയതുകൊണ്ട് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും എങ്ങനെ? നല്ല മൈലേജാണ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. എങ്കിലും എബോട്ട് 10 കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കാർബേറ്റർ ഒറിജിനൽ കാർബേറ്റർ ആണല്ലോ, സോൾടെക്സ് കാർബേറ്റർ എന്ന കാർബേറ്റർ അറിയാമല്ലോ. ആ കാർബേറ്റർ കിട്ടുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ കിട്ടും. എന്നാലും ഡീസലിൻ്റെക്കാൾ നല്ലല്ലേ, മെയിൻ്റെനൻസ് മറ്റു കോസ്റ്റൊന്നുമില്ല. പിന്നെ വളരെ സൈലൻ്റ് ആണല്ലോ. അതെ, സൈലൻ്റ് ആണ്. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇന്നത് അറിയുന്നവർക്ക് അത് അറിയുള്ളൂ, അതാണ് പ്രശ്നം. പലരും വന്ന് നോക്കാറുണ്ട് എഞ്ചിൻ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ. കാരണം എല്ലാവരും ചെയ്യുന്നത് ഈ വണ്ടിയൊക്കെ കൺവേർട്ട് ചെയ്ത് ഡീസലിലേക്ക് പോവില്ല ഇത്. പക്ഷേ എനിക്കത് നിർബന്ധമായിരുന്നു ഇങ്ങനെ തന്നെ ഇത് കൊണ്ടുപോയി നടക്കുന്നുള്ളത്. എൻ്റെ പേപ്പറെല്ലാം അപ് ടു ഡേറ്റ് ആണ്. റീടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളതിനകത്ത് മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഓണേഴ്സിൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വാഹനത്തിനോട് അദ്ദേഹത്തിനുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആ ഒരു എഫേർട്ട് എടുത്ത് ഈ വാഹനം ഇങ്ങനെ കൊണ്ട് നടക്കുന്നതിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ സൈഡിലെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരേക്കും ടീം ഓട്ടോ ഗാരേജ് സൈനിങ്.